നിങ്ങളുടെ കുട്ടി കല്ല്, മണ്ണ്, ക്രയോൺസ് എന്നിവ കഴിക്കാറുണ്ടോ? ഇങ്ങനെ കഴിക്കുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ സാധാരണയായിട്ട് കണ്ട് അവഗണിക്കരുത്. ഇത് ചിലപ്പോൾ അനീമിയ അല്ലെങ്കിൽ വിളർച്ച എന്ന് പറയുന്ന രോഗാവസ്ഥയുടെ ലക്ഷണങ്ങളാവാം. നമസ്കാരം, ഞാൻ ഡോക്ടർ എമിൽ, മജീസ് മെഡിക്കൽ സെന്ററിലെ പീഡിയാട്രീഷ്യനാണ്. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് കുട്ടികളിൽ കാണുന്ന വിളർച്ച അല്ലെങ്കിൽ അനീമിയ എന്ന രോഗാവസ്ഥയെ പറ്റിയാണ്. രക്തത്തിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നത് മൂലമാണ് ഈ വിളർച്ച എന്ന അസുഖം ഉണ്ടാവുന്നത്. പ്രധാനമായിട്ടും 6 മാസത്തിന് ശേഷം പ്രായമുള്ള കുട്ടികളാണ് ഇത് കണ്ടു തുടങ്ങുന്നത്. അതിൽ തന്നെ ഏറ്റവും റിസ്ക് ഉള്ള ഗ്രൂപ്പ് എന്ന് പറയുന്നത് സ്കൂളിൽ പോകുന്ന കുട്ടികൾ, കൗമാരപ്രായക്കാരായ കുട്ടികൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, അത് കൂടാണ്ട് മുലയൂട്ടുന്ന അമ്മമാര്, ഗർഭിണികൾ, ഇവരൊക്കെയാണ്. നമ്മുടെ കുട്ടിക്ക് വിളർച്ചയുണ്ട് അല്ലെങ്കിൽ അനീമിയ ഉണ്ട് എന്നുള്ളത് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാമെന്ന് നോക്കാം. സീരിയസ് ആയിട്ടുള്ള രീതിയിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞാൽ സാധാരണക്കാരും കൂടുതലായിട്ട് കുട്ടീന്റെ മുഖം നല്ല വിളറി വെളുത്തിരിക്കും. അത് കൂടാണ്ട് അവരുടെ കൈവെള്ളയിലേക്ക് നോക്കുമ്പോൾ പക്ഷേ ഈ അനീമിയ ഉള്ള കുട്ടികളുടെ കൈവെള്ളയിൽ ആ ചുവപ്പ് നിറം കുറവായിരിക്കും, കുറച്ചൊരു വെളുത്ത കളറായിരിക്കും ഉണ്ടാവുക. ഇതൊക്കെ പക്ഷെ കുറച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറച്ച് കൂടിയ രീതിയിൽ ഉണ്ടെങ്കിൽ മാത്രമാണ് ഇതൊക്കെ കണ്ടു തുടങ്ങുക. പക്ഷെ ചെറിയ രീതിയിൽ ഹീമോഗ്ലോബിന്റെ അളവ് കുറഞ്ഞാലും തന്നെ കുട്ടികളിൽ ചില മാറ്റങ്ങൾ വന്നു തുടങ്ങും. അതിൽ പ്രധാനപ്പെട്ടതാണ് ചെറിയ കുട്ടികളാണെങ്കിൽ നല്ല വാശി ഉണ്ടാവും, അവർക്ക് ഒന്നും ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവില്ല, എപ്പോഴും ഒരു ക്ഷീണം ഉണ്ടാവും. ഭക്ഷ്യയോഗ്യമല്ലാത്ത വസ്തുക്കൾ, അതായത് അവരുപയോഗിക്കുന്ന ക്രയോൺസ്, കല്ല്, മണ്ണ്, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുത്ത് കുട്ടി കഴിക്കും. പിന്നെ കുറച്ചുകൂടെ വലിയ കുട്ടികൾ, സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളാണെങ്കിൽ അവരുടെ പഠനത്തിൽ ചില പ്രശ്നങ്ങൾ കണ്ടു തുടങ്ങും. അതായത് അവർക്ക് പഠിച്ചതൊന്നും ഓർമ്മയില്ലാണ്ടാവുക, പരീക്ഷയിൽ സ്ഥിരമായിട്ട് മാർക്ക് കുറയുക, അങ്ങനത്തെ പ്രശ്നങ്ങൾ അവർ കാണിച്ചു തുടങ്ങും. അവർക്ക് കിതപ്പ് വരും, അതായത് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോഴോ സ്റ്റെപ്പ് കയറുമ്പോഴൊക്കെ കിതപ്പ് വരും. ഇങ്ങനെ തുടങ്ങി അത് ഹൃദയത്തിന്റെ പ്രവർത്തനത്തെ വരെ അനീമിയ അധികമായാൽ ബാധിക്കാം. കുട്ടികളിലെ അനീമിയനെ പ്രതിരോധിക്കാൻ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? പ്രധാനമായിട്ടും ഈ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്നത് കൊണ്ടാണ് അനീമിയ വരുന്നത്. അതിന് നമ്മൾ ഹീമോഗ്ലോബിന്റെ അളവ് കൂട്ടാൻ വേണ്ടിയിട്ട് അയൺ കണ്ടന്റ് കൂടിയിട്ടുള്ള ഭക്ഷണങ്ങൾ കൊടുക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ ഭക്ഷണത്തിലും തന്നെ അയണിന്റെ കണ്ടന്റ് ഉണ്ട്. ഇതിൽ പ്രധാനമായിട്ടും അയണുള്ള ഭക്ഷണം എന്ന് പറയുന്നത് ഇലക്കറികളാണ്. ചീര, മുരിങ്ങയില, അങ്ങനെ എല്ലാത്തിലും ഉണ്ട്. പഴവർഗ്ഗങ്ങളിൽപ്പെട്ട പേരയ്ക്ക, മാതള നാരങ്ങ, ഈത്തപ്പഴം, അതിലൊക്കെ അയണുണ്ട്. അതേപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് കൊടുക്കുന്ന റാഗി അല്ലെങ്കിൽ മുത്താറി എന്ന് പറയുന്ന അതിലും അയണിന്റെ കണ്ടന്റ് നല്ല ഉണ്ട്. നോൺ വെജിറ്റേറിയൻ ഐറ്റംസ്, ചെറിയ മീനുകള്, ബീഫ്, ചിക്കൻ, മുട്ടന്റെ യോക്ക്, മഞ്ഞ ഭാഗം എന്ന് പറയാം, അതിലൊക്കെ അയണിന്റെ കണ്ടന്റ് അധികമായിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഭക്ഷണങ്ങള് നമ്മുടെ കുട്ടിയുടെ ഭക്ഷണക്രമത്തിൽ പരമാവധി ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കുക. എല്ലാ 6 മാസം കൂടുമ്പോഴും കുട്ടികളിൽ വിരനിർമ്മാർജ്ജനം നടത്തുക. അതിനുള്ള മരുന്നുകൾ നമുക്ക് സ്കൂളുകൾ വഴി ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഗവൺമെന്റ് അനീമിയ മുക്ത ഭാരത് എന്ന പേരിൽ നമ്മുടെ സ്കൂളുകൾ വഴി കുട്ടികൾക്ക് അയൺ കൊടുക്കുന്നുണ്ട്. അതായത് ഗുളിക രൂപത്തിലോ സിറപ്പ് രൂപത്തിലോ ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പം പലപ്പോഴും നമ്മൾ മാതാപിതാക്കള് ഇങ്ങനെ കുട്ടികൾക്ക് അയൺ സ്കൂളിലൂടെ കിട്ടുന്നുണ്ട് എന്ന കാര്യത്തിനെ പറ്റി അത്ര അറിവുള്ളവരായിരിക്കില്ല. അപ്പം മാത്രമല്ല കുട്ടികള് അത് കഴിക്കാണ്ടിരിക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ കുട്ടിയുടെ ഭക്ഷണക്രമത്തിൽ മാറ്റം വരുത്തി അതേപോലെ തന്നെ വിരനിർമ്മാർജ്ജനം നടത്തി ഈ അനീമിയ മുക്ത ഭാരത് എന്ന ഈ പരിപാടിയിൽ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധ കാണിക്കും കൂടെ ചെയ്താൽ നമുക്ക് ഒരു പരിധി വരെ കുട്ടികളിൽ വരുന്ന വിളർച്ചയെ തടയാൻ പറ്റും. താങ്ക് യു.